ആയിരിക്കണം ഈശോ അവളെ അത്രയും അനുഭാവത്തോടും കരുതലോടും കൂടി അവളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അതിൻ്റെ അർത്ഥം നിന്റെ കളഞ്ഞു പോയ മേരിയെ വീണ്ടെടുക്കുക. മറ്റൊരിക്കൽ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ അമൃത മൊഴികൾ കേട്ടിട്ട് ഒരു സ്ത്രീ, തീർച്ചയായിട്ടും അവർ ആ ഭാഷയുടെ സ്ലാങ് കൊണ്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ വൃദ്ധയായൊരു സ്ത്രീ ആയിരിക്കണം, ദരിദ്രയായിരിക്കണം. അവർ വിളിച്ചു പറഞ്ഞു, നിന്നെ മുലയൂട്ടിയ മാറ്, നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം. സത്യം പറഞ്ഞെന്നാൽ മേരിക്ക് സുവിശേഷത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റിലൊന്നായത്. നിന്നെ ഊട്ടിയ ആ മാറും നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം. തീർച്ചയായിട്ടും ഒരു പുത്രനെന്ന നിലയിൽ മേരിയുടെ സൗമ്യ സുഗന്ധം ഈശോയുടെ മീതെ പടർന്നിട്ടുണ്ടാകും. എന്നിട്ടും ഈശോ അത്തരമൊരു മനോഭാവത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് തൻ്റെ കേൾവിക്കാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈശോ പറഞ്ഞു, അതുപോലെ തന്നെ അനുഗ്രഹീതരാണ് ദൈവവചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഇത് മേരിയെ ഈശോ സൈഡ് ട്രാക്ക് ബൈപ്പാസ് ചെയ്യുന്നതെന്നുള്ളത്. ഒന്നുമല്ല, ഇത് മേരിക്ക് കൊടുത്ത കോംപ്ലിമെൻ്റ് തന്നെയാണ്. മേരിയെ കണക്ക് അവൻ്റെ വചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്തിട്ടുള്ള ആരുണ്ട്? മേരിയെ കണക്ക് അവൻ്റെ വചനത്തിന് വേണ്ടി വില കൊടുത്തുള്ള ആരുണ്ട്? മേരിയുടെ ക്രിസ്തുവിൻ്റെ ദൈവവചനം കേട്ടെന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ ഓർമ്മിക്കണം, മേരിയുടെ ജീവിതത്തിനകത്ത് ഒരിക്കൽ മാത്രമേ മാലാഖ പ്രത്യക്ഷപ്പെട്ടുള്ളൂ, ആ മംഗളവാർത്ത സമയത്ത്. പിന്നീട് മാലാഖ മേരി വസിക്കുന്ന നമ്മുടെ ഭാഷയെ പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ പോലും വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയുന്നു മേരി ദൈവഹിതം പൂർത്തിയാക്കിയിരുന്നു. എൻ്റെ അർത്ഥം എന്താണ്? മേരി അനുദിന ജീവിതാനുഭവങ്ങളെ ദൈവത്തിൻ്റെ ഹിതമായിട്ടെടുത്തു. യുവർ യെസ് ടു ഗോഡ് ഓൾവേസ് മീൻസ് യുവർ യെസ് ടു ലൈഫ് എന്ന് നമ്മൾ പറയും. നീ ദൈവത്തോട് അതേന്ന് പറയുന്ന അർത്ഥം നീ നിൻ്റെ ജീവിതത്തോട് അതേന്ന് പറയുക. മേരി തൻ്റെ മേശയിൽ വിളമ്പിയ ഓരോ അനുഭവങ്ങളോടും അതേന്ന് പറഞ്ഞു, ദാരിദ്ര്യത്തോട് അതേന്ന് പറഞ്ഞു, അലച്ചിലുകളോട് അതേന്ന് പറഞ്ഞു, പ്രവാസത്തോട് അതേന്ന് പറഞ്ഞു, വൈധവ്യത്തോട് അതേന്ന് പറഞ്ഞു, ഒടുവിലായിട്ട് അനാഥത്തോടും അതേന്ന് പറഞ്ഞു. അപ്പോൾ ദൈവവചനം ഇത് കണക്ക് പാലിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ പോലും ഇല്ല. സത്യം പറഞ്ഞെന്നാൽ ഈശോ ഈ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞതിനെ ഒന്നുകൂടി ഉറപ്പിച്ചെടുക്കുക. മറ്റൊരിക്കൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, മേരി ഒരുപക്ഷെ പുത്രനെ കാണാനായിട്ട് എന്തുമാത്രം ആകുലപ്പെടുന്നുണ്ടാകും ആ അമ്മ. അതുകൊണ്ട് മേരിയും ഈശോയുടെ സഹോദരന്മാരും കസിൻ ബ്രദേഴ്സ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരുമായിട്ട് ജീസസിനെ തേടി വരിക. ജീസസിനെ തേടി വരുമ്പോൾ ഈശോ ആൾക്കൂട്ടത്തിന് മധ്യേ സന്ദേശം ഉള്ളോട്ട് പോവുകയാണ്. പുറത്ത് നിൻ്റെ അമ്മയും സഹോദരന്മാരും കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? എൻ്റെ വചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. നേരത്തെ പറഞ്ഞതിൻ്റെ ചിന്തയുടെ തന്നെ എക്സ്പാൻഷനായത്. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം, ഈശോയുടെ അമ്മയാണ് മേരി എന്നുള്ളത് എങ്ങനെയാണ് ഇത്രയും പ്രസക്തമായൊരു സംഭവമായി മാറിയത്? ജന്മം കൊടുക്കുന്ന വഴി ഇന്നോളം ആരും അമ്മയായിട്ടില്ല. മേരിയും ജീസസും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇത്രയും കൃത്യമായിട്ട് പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലുമൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് മേരി സ്വീകരിച്ച നിലപാട് കൊണ്ടാണ്. മേരി ക്രിസ്തുവിൻ്റെ അമ്മയായി മാറിയത് ജന്മം കൊടുത്തുകൊണ്ട് മാത്രമല്ല, ജന്മം കൊടുത്തുകൊണ്ടുള്ള ഇന്നോളം ആരും അമ്മയായിട്ടില്ല. ഉദാഹരണമായിട്ട് പാതയോരങ്ങളിലൊക്കെ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. അവർക്ക് ജന്മം കൊടുത്തവർ ആ കുഞ്ഞുങ്ങളുടെ അമ്മയാണോ? എന്നാൽ രാവിലെ പണിക്ക് പോകുന്ന ഒരു മനുഷ്യൻ സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങി ഈ കുഞ്ഞിനെ കണ്ടിട്ട് ഈ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്നു പോകുമ്പോൾ അറിയണം ഈ പുരുഷൻ അമ്മയായി മാറുന്നുണ്ട്. മേരി ക്രിസ്തുവിൻ്റെ അമ്മയായി മാറിയത് ജന്മം കൊടുത്തുകൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ട്. അവസാനത്തോളം അവൻ്റെ നിലപാടുകളോടൊത്ത് നടന്നുകൊണ്ട്, അവസാനത്തോളം അവൻ്റെ ചാരെ നടന്നുകൊണ്ട്, അവസാനത്തോളം അവന് കരുത്ത് കൊടുത്തുകൊണ്ടാണ് മേരി ക്രിസ്തുവിൻ്റെ അമ്മയൊക്കെ ആയി മാറുക. ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം, ബൈബിളിൽ ഈശോ വിധവകളോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യമുണ്ട്. അതും വാസ്തവത്തിൽ ഈ മേരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചനയാണെന്നൊക്കെ ഗണിക്കപ്പെടുന്നു. ഒരു സംഭവം, ആ വിധവ കൊണ്ടുവരുന്ന 2 ചെറുനാണയങ്ങളാണ്. ഭണ്ഡാരത്തിനരികെ ഈശോ ഇരിക്കുക. മനുഷ്യർ കൊണ്ടുവന്ന് അതിനകത്ത് രത്നങ്ങളും വചനങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടാവാം. തൻ്റെ ഊഴം വരുമ്പോൾ കൈവശമുള്ള 2 ചെമ്പ് തൊട്ട്, തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യമായ 2 ചെമ്പ് തൊട്ട് ഈ സ്ത്രീ കൊണ്ടുവന്ന് ഈ ഭണ്ഡാരത്തോട് നിക്ഷേപിക്കുമ്പോൾ ഈശോ പറയുന്നു, ഇവൾ എല്ലാവരെക്കാളും കൂടുതൽ നൽകിയിട്ടുണ്ട്. എന്തായിരിക്കണം ഈ വിധവ് നിക്ഷേപിച്ച അവളുടെ ഏക സ്വത്തായ 2 ചെറുനാണയം? ഞാൻ വിചാരിക്കുന്നു ഇത് മേരിയും ആ ചെറുനാണയങ്ങൾ ജീസസുമാണ്. ഒരു വിധവയുടെ ജീവിതത്തിലെ ആകപ്പാടുള്ള സമ്പാദ്യമാണ് ഈ പുത്രൻ. ആ പുത്രനെ പോലും ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് അവൾ നിക്ഷേപിക്കാൻ തയ്യാറായി. എന്നും മേരി തൻ്റെ പുത്രനെ കണക്കാക്കിയുള്ള അങ്ങനെ തന്നെയാണ്. ഭണ്ഡാര സൂക്ഷിപ്പുകാരെ കണക്കാണ് മേരി എന്നൊക്കെ ചില ചിന്തകന്മാർ പറയും. ഭണ്ഡാരത്തിൽ വീഴുന്ന പണത്തിന് ഭണ്ഡാരത്തിന് അവകാശമില്ല, ദൈവത്തിന് അവകാശപ്പെട്ട. തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഈ പുത്രൻ തൻ്റേതല്ല, ദേവാലയത്തിൻ്റെതാണെന്നൊക്കെ മേരി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ തൻ്റേത് മുഴുവൻ കൊണ്ടുപോയി ദേവാലയത്തിൽ അർപ്പിക്കുക. പിന്നീട് ഒരിക്കൽ നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു. ഒരു സ്ത്രീയുടെ നിലവിളിയാണ്.
അവളുടെ ഏക മകൻ മരിച്ചുപോയി. ഈ മകൻ മരിച്ചുപോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈശോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന എന്ത് തന്നെയാണ്? തൻ്റെ തന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ തന്നെ വരാൻ പോകുന്ന അനുഭവം. ഏതാനും മാസങ്ങൾക്കോ ഏതാനും വർഷങ്ങൾക്ക് ശേഷമോ ആ വേറൊരു സ്ത്രീയുടെ, വിധവയായ മേരിയുടെ മകനും കൊല്ലപ്പെടും. അങ്ങനെ വരുമ്പോൾ ആ അമ്മയ്ക്ക് ആരുമുണ്ടാവില്ല. ആ അമ്മയ്ക്ക് പകരം കൊടുക്കാനായിട്ടോ ആ അമ്മയുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കാനൊന്നും തനിക്ക് ബലമില്ല. പക്ഷേ ഈ അമ്മയുടെ മകനെ തിരികെ കൊടുക്കാനായിട്ട് ക്രിസ്തുവിനാവും. അതുകൊണ്ട് ക്രിസ്തു വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക. അങ്ങനെ ഭൂമിയിൽ മകൻ മാത്രം അഭയമായിട്ടുള്ളൊരു സ്ത്രീക്ക് തൻ്റെ മകനെ തിരികെ കിട്ടുകയും ചെയ്തു. മേരി ഇങ്ങനെ ഒരു സജീവ സാന്നിധ്യമായിട്ട് സ്മൃതികളിലുടനീളം ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. ഒടുവിലാവട്ടെ വ്യക്തമായ ഈശോയുടെ ഒപ്പം നടക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു. എല്ലാവരും കൈവിട്ടു പോകുന്ന ദിനങ്ങളിൽ മേരിയും ഏതാനും സ്ത്രീകളും, ആ സ്ത്രീകളിൽ തന്നെ പലരുടെയും പേര് മേരിയാണെന്നൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ മറിയമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നുപോയ അയ്യപ്പപ്പണിക്കൊരു കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ആധാരമാക്കിയിട്ട് ഈ സ്ത്രീകൾ ക്രിസ്തുവിനോടൊപ്പം പോകാൻ തയ്യാറാവുകയാണ്. മേരി വെറുതെ സാന്നിധ്യം കൊണ്ട് ശക്തി കൊടുക്കുകയാണ്. ഇവിടെയാണ് ഞാൻ വിചാരിക്കുന്നു മക്കബാരുടെ പുസ്തകത്തിൽ അമ്മയെ കണക്ക് ക്രിസ്തു ഒരു ഭയങ്കരമായ ഉരുക്ക് വനിതയായിട്ട് മേരി മാറുന്നുണ്ട്. ആർക്കും ആരുടെയും വിധിയൊന്നും മാറ്റിമറിക്കാനാവില്ല. ഒരു മക്കളുടെയും വിധി മാറ്റിമറിക്കാനായിട്ട് അമ്മമാർക്ക് അല്ലെങ്കിൽ തന്നെ എന്ത് ബലമാണ് ഉള്ളത്? ആകപ്പാടെ ചെയ്യാവുന്നത് വെറുതെ അവരോടൊപ്പം നടന്നു പോകാമെന്നുള്ളതാണ്. എപ്പോഴും പറയാനാവണം, ഞാൻ കൂടെ ഉണ്ട്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ വല്ലാതെ ഹൃദയത്തെ തൊട്ടൊരു ചിത്രമാണ്. അതിനകത്ത് ബാലനായ ജീസസ് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ മറിഞ്ഞു വീഴുമ്പോൾ മേരി പറയുന്നു, കുഞ്ഞെ ഞാൻ കൂടുണ്ട്. അവസാനത്തോളം മക്കളോടൊപ്പം നടക്കുക എന്നുള്ളതായിരിക്കണം അമ്മമാരുടെ ശിരോലിഖിതം. വിധി മാറ്റിമറിക്കാൻ വേണ്ടിയല്ല, ചില വിധികളെയൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് അവരൊന്ന് ബലപ്പെടുത്തിയാൽ മാത്രം മതി. മക്കബായരുടെ പുസ്തകത്തിൽ അമ്മയെപ്പോലെ, കുരിശിൻ ചുവട്ടിലെ മേരിയെപ്പോലെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നല്ല പ്രവാചകന്മാർ പലപ്പോഴും നല്ല മക്കളല്ലെന്നൊക്കെ ഒരു സങ്കല്പം നമുക്കുണ്ട്. എന്നാൽ ക്രിസ്തു നല്ല മകനും കൂടിയാണ്. മടങ്ങിപ്പോകുമ്പോൾ ക്രിസ്തുവിനറിയാം താൻ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആരെയാണ്. ഭൂമിയിൽ സ്വന്തമെന്ന് പറയാനായിട്ട് ആരുമില്ലാതൊരു സ്ത്രീ വിട്ടിട്ട് പോവുകയാണ്. ജോസഫ് യൗവനത്തിലെ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചെന്ന് ഒക്കെയുള്ളതാണ് പാരമ്പര്യം. അവശേഷിക്കുന്നത് ഏക മകനാണ്. അവനും കൊല്ലപ്പെടുകയാണ്. എല്ലാം പൂർത്തിയാക്കിയിട്ട് മടങ്ങിപ്പോകേണ്ട ഒരാളാണ്. പക്ഷേ അമ്മയോടുള്ള കടമകൾ മകൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ബാക്കി എല്ലാം പൂർത്തിയാക്കി. ഭാരത പാരമ്പര്യം അനുസരിച്ചിട്ട് ഓരോ മനുഷ്യർക്കും ഒരു 4 തരം കടങ്ങളെങ്കിലും ഉണ്ട്. 1 ഈശ്വരനോട്, 2 ഗുരുക്കളോടും പിതൃക്കളോടും, 3 സഹജീവിയോട്, 4 ഭൂമിയോട്. ക്രിസ്തു ഈ കടങ്ങളൊക്കെ നന്നായിട്ട് വീട്ടിയിട്ടുണ്ട്. തെല്ല് വീട്ടാതെ പോയത് ഒരു പക്ഷേ അമ്മയോടുള്ള കടമായിരിക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലഞ്ഞടക്കുമ്പോൾ വഴിക്കണ്ണുമായിട്ട് കാത്തിരുന്ന ഒരു അമ്മയെ മറിയയുടെ മകൻ മറന്നിട്ടുണ്ടാവണം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കണം ഈശോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ ഇവൾക്ക് മകനായിരിക്കണം. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി മുതൽ ഇവൻ നിനക്ക് മകനുമായിരിക്കും. ആ നിമിഷം തൊട്ട് ഭൂമിയിൽ അമ്മ നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും ഒരമ്മയെ കിട്ടുന്നു. മനുഷ്യർക്ക് ഒരമ്മയെ ആവശ്യമുണ്ട്. അമ്മയെന്ന് പറയുന്നത് ഈ ബൈബിളിലൊക്കെ പറയുന്ന കണക്ക് ദൈവം കായനു പറഞ്ഞത് കണക്ക്, ഞാൻ നിനക്കൊരു അടയാളം തന്നു വിടുകയാണ്. ഈ അടയാളം ഉള്ളത് കൊണ്ട് നിന്നെ ആരും ആക്രമിക്കത്തില്ല. ഇത് കണക്ക് മനുഷ്യരെ ഇതിലുടനീളം കൊണ്ട് നടക്കുന്ന ഒരു അടയാളമാണ് ഈ അമ്മയെന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട് അടയാളം. നമ്മുടെ ശരീരം എടുത്ത് നോക്കുക. ആ ശരീരത്തിൽ ഈ പൊക്കിൾക്കൊടി എന്ന് പറയുന്നത് എന്തിൻ്റെ അടയാളമാണ്? അമ്മയുടെ ഭാഗമായിരുന്നു നമ്മളതിൻ്റെ അടയാളമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പൊക്കിൾക്കൊടിയൊക്കെ ഈ സെക്സിൻ്റെയൊക്കെ സിമ്പിളായി മാറുന്നു എന്നുള്ളത് ഇത് നീചമായ കാര്യമാണ്. അമ്മയില്ലാത്ത മക്കളാണോ നമ്മൾ? അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഉടലിലെ ഈ പൊക്കിൾക്കൊടി ഉൾപ്പെടെയുള്ള എന്തുമാത്രം മുദ്രകളാണ് നമ്മൾ കൊണ്ട് നടക്കുക. നമ്മുടെ മനസ്സിലുണ്ട് അമ്മയുടെ മുദ്രകൾ. ആർക്കാണ് അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയില്ലാത്തത്? വള്ളപ്പരിക്കനെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്തുമാത്രം നന്മ നിറഞ്ഞ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തൻ്റെ ബാല്യത്തെയൊക്കെ ഓർമ്മിച്ചെടുക്കുന്ന ഒരു കുറിപ്പ് ഈ ദിവസങ്ങളിൽ വായിച്ചു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ വലിയ മാരകമായ വസൂരി കണക്കെന്തോ ആണെന്ന് തോന്നുന്നു ഒരു രോഗം പിടിപെട്ട് ഇങ്ങനെ ഒരു ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക. കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണുന്ന ആഗ്രഹമുണ്ട്. അവർ അമ്മയെ കണ്ടു മടങ്ങി വരികയാണ്. ചെറിയൊരു കൈത്തോടുണ്ട്. ആ കൈത്തോടിൻ്റെ പാല് കടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ ഈ കുഞ്ഞുങ്ങളെ ഉറ്റു നോക്കി നിൽക്കുക. ഇവർ അമ്മയെ കൈവീശി കാണിക്കുന്നു. അമ്മ കൈവീശി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ ഓർമ്മയെന്നൊക്കെ വളരെ പരിക്കനെന്നൊക്കെ കരുതുന്ന ഒരാൾ പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, എല്ലാവരും ഒരമ്മയെ തങ്ങളുടെ സ്മൃതികളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സംഭവം എടുക്കുക. അലഞ്ഞടക്കുക, കുറേ കാലത്ത് കളഞ്ഞടക്കുക.
ഒരു ദിവസം പാതിരാത്രി വന്നപ്പോൾ അടുക്കള വാതിൽ ചാരി കിടപ്പുണ്ട്. തള്ളി തുറന്ന് കയറാം. അകത്ത് ചെല്ലുമ്പോൾ അത്താഴം മൂടിയിട്ടുണ്ട്, ഒരു വിളക്ക് മെരിയുന്നുണ്ട്. അമ്മയെ വിളിച്ചു നിർത്തിയിട്ട് പറയുന്നു, അമ്മേ ഞാൻ വരുമെന്ന് എങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു, നീ വരുമെന്ന് ഓർത്ത് ഇന്ന് വെച്ചതല്ല, നീ പോയ അന്ന് തൊട്ട് ഞാൻ ഇത് കണക്ക് തന്നെ അത്താഴം ഒരുക്കി ഈ വിളക്കും തെളിച്ച് വരും. നീ ഏതെങ്കിലും രാത്രി കയറി വന്നാൽ എന്ത് ചെയ്യും? ആർക്കാണ് ഇത്തരം ഓർമ്മകളില്ലാത്തത്? അപ്പോൾ ഉടലിലും ഓർമ്മയുണ്ട്, മനസ്സിലും ഓർമ്മയുണ്ട്. അപൂർവം ചിലർക്ക് ഒരു പക്ഷേ അത്തരം ഓർമ്മകളൊന്നും ഉണ്ടാവണമെന്നിരിക്കില്ല. എക്സെപ്ഷൻസ് എന്ന് പറയുന്ന സംഭവം എപ്പോഴും ഉണ്ട്. ചിലർക്ക് ഒരു പക്ഷേ അമ്മയുടെ അത്രയും ഓമനിക്ക് നടക്കേണ്ട ഓർമ്മകളൊന്നും തങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ പോലും ചില സ്മൃതികളൊക്കെ കിടപ്പുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർ പറയും, ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഹൃദ്യമായിട്ട് കൊണ്ട് കിടക്കുന്ന സ്മൃതി അമ്മയുടെ ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്മൃതിയാണ്. അമ്നോട്ടിക് ദ്രാവകത്തിനകത്ത് നമ്മൾ ഉണ്ടായിരുന്നൊരു കാലം ഭൂമിയിൽ ഏറ്റവും സംരക്ഷണം അനുഭവപ്പെട്ട കാലമോ. എല്ലാ ശബ്ദങ്ങളും നിങ്ങൾക്ക് വേണ്ടി ക്രമപ്പെടുന്നു. കണ്ണും ജപിക്കുന്ന പ്രകാശമില്ല, ചെകിടടിപ്പിക്കുന്ന ശബ്ദമില്ല. സത്യം പറഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ അലച്ചിലുകളൊക്കെ ആ ഗർഭപാത്രത്തെ തേടിയ. അതുകൊണ്ടാണ് കത്തീഡ്രലിനെ കുറിച്ച്, പള്ളിയെക്കുറിച്ചൊരു നിർവചനമുണ്ട്, എ കത്തീഡ്രൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വൂം. നിങ്ങളുടെ അമ്മയുടെ തന്നെ വികസിത രൂപമാണ് ഒരു കത്തീഡ്രൽ. ഒരു പള്ളിക്കകത്ത് കയറുമ്പോൾ സ്വസ്ഥത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഗർഭപാത്രങ്ങളൊക്കെ ഈ പള്ളി പൊതിയുന്നതുകൊണ്ട്. സ്നേഹിക്കുന്ന ഒരാളുടെ കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ സ്വസ്ഥത അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വൂം. സ്വസ്ഥത തരുന്ന ഇടങ്ങളെ തേടിയുള്ള അലച്ചിലുകളൊക്കെ ഉള്ളിൽ കിടക്കുന്ന അമ്മയുടെ സ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോരുത്തരും തങ്ങളുടെ അമ്മയെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്, ക്രിസ്തു കൊണ്ട് നടന്നതുപോലെ. ഒക്ടോബർ അമ്മ മേരിയെ ഓർമ്മിക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ള കാലമാണ്. ജപമാലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാലമാണ്. ജപമാലയൊക്കെ ചിലർക്ക് വളരെ ലാഘവത്തോടെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ ഈ ജപമാല? ജപമാല എന്ന് പറഞ്ഞെന്നാൽ സുവിശേഷത്തിൻ്റെ തന്നെ ഒരു പോക്കറ്റ് എഡിഷനാണ്, കീശപ്പതിപ്പാണ്. പഴയ കാലങ്ങളിലൊന്നും ഈ സുവിശേഷമൊന്നും നമ്മുടെ കാരണവന്മാരൊന്നും വായിച്ചിട്ടില്ല. എന്നിട്ടും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട മുഴുവൻ ധ്യാനങ്ങളും അവർ കൈമാറിയത് ഈ ജപമാലയിലൂടെ. അവൻ രക്തം വിയർത്തെന്നും അവനെ കൽത്തൂണി കെട്ടി അടിച്ചെന്നും ഒക്കെ പാവപ്പെട്ട മനുഷ്യർ തലമുറകൾക്ക് കൈമാറിയത് ഈ ജപമാലയിലൂടെയാണ്. സത്യം പറഞ്ഞെന്നാൽ സുവിശേഷത്തിൻ്റെ പോക്കറ്റ് എഡിഷനാണ് ജപമാല. സരളമായതുകൊണ്ട് ആഴമില്ലെന്ന് കരുതരുത്. ഇവിടെ ഒരു പുഴയുണ്ടെന്ന് വിചാരിക്കുക. പുഴ തെളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പുഴയ്ക്ക് ആഴമില്ലെന്നും കരുതരുത്. എന്ത് തെളിഞ്ഞ ഇടത്തിനും സരളമായ ഇടത്തിനും ആഴമുണ്ട്. ഈ കൊന്തെന്നൊക്കെ പറയുന്നത് ഒരേ സമയത്ത് സരളവും പ്രൊഫൗണ്ടുമായ ഒരു അനുഭവമാണ്. ചെറുപ്പത്തിൽ അത് സരളമായിരിക്കാം. മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, ഒരു സ്ത്രീ തൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളും ആ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനവുമൊക്കെയാണ് ജപമണികൾ. ജീവിതം കണക്കാണത്. കൊച്ചു സുഖദുഃഖങ്ങൾ കൊണ്ട് നെയ്തെടുക്കുന്ന, കോർത്തെടുക്കുന്ന ജീവിതം കണക്ക് ഒരു ജപമാല. ജപമാല മോശപ്പെട്ട കാര്യമല്ല. ഒക്ടോബർ മേരി ആദരിക്കാനുള്ള നേരമാണെങ്കിൽ മേരി ആദരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വന്തം അമ്മമാരെ വണങ്ങുകയാണ്. ഭൂമിയിലുള്ള എല്ലാ അമ്മമാരെയും പ്രാർത്ഥനാപൂർവ്വം സ്നേഹപൂർവ്വം വണങ്ങിക്കൊണ്ട് സൃഷ്ടികർത്താവേ പ്രണാമം, സർവരക്ഷാകരാമേ